ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഗ്രാനി 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്ബൊക്കെ അടിച്ചിട്ട് കാണാതിരിക്കുക, അപ്പോഴതിൻ്റെ ഒരു ത്രില്ല് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളെ കൊണ്ട് ഏതോ ജയിലിലൊക്കെ കൊണ്ടുപോയി പൂട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത് ഗൈസ്? നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കിട്ട് ഇപ്പം തന്നെ ഹെഡ് ഷോട്ട് കിട്ടും. നമുക്കിപ്പോൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഈ കമ്പി കഷ്ണം അങ്ങ് എടുക്കുക ഗൈസ്. ഇവിടെ രണ്ടുപേരും ഉണ്ട് ഗൈസ്, അപ്പാപ്പനുണ്ട് ഗ്രാനിയുണ്ട്. നമ്മളിപ്പോൾ പുറത്തിറങ്ങിയാൽ സൂയിസൈഡ് അറ്റംപ്റ്റ് പോലായി പോവും. എന്നാലും നമുക്ക് നൈസായിട്ട് പുറത്തിറങ്ങി ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പാപ്പൻ അതിൻ്റെ ഉള്ളിലേക്ക് അയ്യോ ഗൈസ് ഇവിടെ ഗ്രാനിയുണ്ട്. നമ്മിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണിയാകും ഗൈസ്. ഇവിടെ എന്തോ കീ കിട്ടിയിട്ടുണ്ട് നമുക്ക് കയറി വന്നപ്പോൾ തന്നെ. കീ അല്ല ഗൈസ്, ആക്സിലറേറ്ററാണ്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ഒരു ഐഡിയ. അയ്യോ ഗൈസ്, അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മൾ ഡേ 2 വീണ്ടും കയറിയുണ്ട്. ഇത് വീണ്ടും കുത്തിപ്പൊളിച്ച് തുറക്കണം. നൈസായിട്ട് തുറന്ന് ഈ ആക്സിലറേറ്റർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടും പോവാം ഗൈസ്. മിക്കവാറും ഇപ്പം തന്നെ വീണ്ടും ഒരു അടി കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. ഗ്രാനി അവിടെ നൈസായിട്ട് ഡോറും തുറന്നാൽ കളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗൈസ് ഇവിടെ സ്ലെൻഡറിനെ ഉണ്ടായിരുന്നതാണ് ഗൈസ്. നമുക്ക് നൈസായിട്ട് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പാപ്പന ആ തള്ളയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടിയായി, വരൂലെന്ന് വിശ്വസിക്കുക. ഇവിടെ ഫ്യൂസ് ഉണ്ട് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. അയ്യോ ഗൈസ്, പെട്ട് തള്ളവന് നീ അറിഞ്ഞ ഞാൻ പെട്ടു ഇതിന് ഗൈസ്. അയ്യോ ഇവിടെ അപ്പാപ്പൻ. ഗൈസ് അങ്ങനെ 3rd ഡേയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിൽ 2 അടി മുന്നോട്ട് നടക്കാൻ കൂടി പറ്റണല്ലോ ഗൈസ്. എന്നാലും നമുക്കൊന്ന് കയറി ചെന്ന് നോക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോയെന്ന് അറിയണമല്ലോ. ഒന്നും കിട്ടാണ്ട് നമുക്ക് പുറത്തിറങ്ങാനും പറ്റൂല ഗൈസ്. നമ്മളെ കണ്ട് ഇതെന്ത് മറിമായും പിടിച്ച് ഗൈസ്. നമ്മുടെ ചെക്കനപ്പോൾ ചോരയിലൊക്കെ കുളിച്ച് ഇറങ്ങിയേക്കണത്. ഇനിയിപ്പോൾ പയ്യന് മര്യാദ നടക്കാൻ കൂടി പറ്റില്ലെന്നാണ്. നമുക്ക് നൈസായിട്ട് ഒന്നും കൂടെ അതെ ഗൈസ്, അവിടെ തള്ളുണ്ട്. നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. ഇപ്പം കാണുമെന്നാണ്. കണ്ട് ഗൈസ്, കണ്ട്. അയ്യോ ഗൈസ്, തള്ളക്കൊടുക്കുക സ്പീഡ് ഗൈസ്. നമ്മളെക്കാൾ സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ഫ്രണ്ടിലേക്ക് വേണം. ഇല്ല ഗൈസ്, തള്ള സ്ലോ ആണ്. നമ്മളെ കണ്ടിട്ടില്ല. അതെ, അവിടെ ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെന്ന് പെട്ടു കൊടുക്കണ്ട, നമുക്ക് വേറെ വഴിച്ചല്ല ഗൈസ്. അയ്യോ ഇവിടെ അപ്പാപ്പൻ ഗൈസ്. ഇങ്ങേരാണ് ഇത്തിരി സിനിങ്ങേരുടെ കയ്യിൽ തോക്കുണ്ട്. അയ്യോ ഗൈസ്, ഇങ്ങനെ പിടിച്ചാൽ തീർന്നു. ഇത് ഇങ്ങേറിനിട്ട് കളിപ്പിക്കാന്നല്ലാണ്ട് വേറൊരു വഴിയില്ല. ഇതിങ്ങനെ വെടി പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളത് വട്ടം കറപ്പിച്ച് അയ്യോ ഗൈസ് കാറുള്ളതുകൊണ്ട് ഇങ്ങേരുടെ വെടിയൊന്നും കിട്ടണല്ലോ. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് രക്ഷപ്പെട്ട് പോണേ ഗൈസ്. അങ്ങനെ മണ്ടൻ അണച്ചെന്ന് പോണം. പ്രായമായില്ലേ, ഇപ്പം തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചമ്മി ഗൈസ്. ഇത്രേ ഉള്ളൂ നമ്മളോടെ കളി ഗൈസ്. അങ്ങേര് വെടി പൊട്ടിച്ച് 2-3 ഉണ്ട ഇവിടെ ഇട്ടോണ്ടും പോയിട്ടുണ്ട്. നമുക്കത് നോക്കണ്ട, നമ്മുടെ കയ്യിൽ തോക്കില്ല ഗൈസ്. ഇവിടെ അയ്യോ ഗൈസ്, 2 കൂടെ ഒരുമിച്ച് തന്നെ ഗൈസ്. ഇതൊരു രക്ഷയില്ലട്ടാ. ഒരാൾ പോവാ ഗൈസ്. അങ്ങനെ ഡേ 5 ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ കയറിയുണ്ട്. നമുക്ക് എന്നത്തെയും പോലെ ഇത് വീണ്ടും കുത്തിപ്പൊളിക്കാം. നമുക്ക് പയ്യെ മുന്നോട്ട് നടന്നു നോക്കാം ഗൈസ്. ഇതിൽ ചത്ത പയ്യൻ ചാവൂലെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവാം ഗൈസ്. തുറക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അപ്പാപ്പനെ മാമനെയൊക്കെ കാണി അതേ നിൽക്കണം. നമുക്ക് നൈസായിട്ട് തുറന്ന് ഗൈസ് പുറത്തേക്ക് പോയാൽ നമ്മുടെ കളി നടക്കൂല ഗൈസ്. നമുക്ക് പൊക്കത്തേക്ക് എന്ന് വല്ലതും പിറക്കാൻ നോക്കാം. അയ്യോ ഗൈസ്, ഇയാളിത് ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ ഗൈസ്. ഇങ്ങനെ വെടി അയ്യോ ഗൈസ്, പണി പാടി. അയാളിപ്പോൾ വെടി പൊട്ടിക്കും ഗൈസ്. നമുക്കിവിടെ ഒളിച്ച് വെക്കാം, അയാൾ കാണൂലെന്ന് വിശ്വസിക്കുക. എന്നെ അനുഗ്രഹിക്കണം.
അപ്പാപ്പൻ അനുഗ്രഹിക്കണം. അയ്യോ പൊട്ടി. ഗൈസ് നമ്മളെ കൊല്ലാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു. ഗൈസ് അങ്ങനെ നമ്മളെ പടക്കം പൊട്ടിച്ച് കൊല്ലാൻ പോണേണ് ഗൈസ്. അങ്ങനെയുള്ള മോന്തോക്കി പെട്ടിയിലായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മങ്ങനെ വിട്ടൊന്നും കൊടുക്കില്ല. ഇപ്രാവശ്യം കയറിയിരിക്കണത് ഹാർഡ് മോഡായിട്ടാണ് ഗൈസ്. അങ്ങനെ ഡോറ് തുറന്നപ്പോഴേക്കും ഇവിടെ അപ്പാപ്പൻ തള്ളയൊക്കെ നടക്കണ ഇവിടെ നമുക്ക് കേൾക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ തൊട്ട് പുറകെയായിട്ട് സ്ലെൻഡറിനെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് സീനിൽ കിട്ടിയില്ല. അയ്യോ ഗൈസ്, ഗ്രാനി വന്നിട്ട് നമുക്ക് ഓടിയില്ലെങ്കിൽ പാടായിരിക്കും ഗൈസ്. ഗ്രാനി വൻ സ്പീഡാണ്. നമുക്കൊരു രക്ഷയില്ല. നമുക്ക് വേഗം എവിടെയെങ്കിലും ഓടിക്കയറണം. അടിയിലേക്കല്ല ഗൈസ് ഇവിടെ ഇങ്ങോട്ട് വന്നുണ്ട്. നമുക്ക് ഈ ഓഫീസിലേക്ക് കയറാം. വേഗം തുറക്ക് ഗൈസ്. അങ്ങനെ നമ്മുടെ പയ്യൻ കുറേ അടിയൊക്കെ കൊണ്ട് ചോരയൊക്കെ കുളിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. മിക്കവാറും പുറത്തിറങ്ങിയാൽ നമ്മൾ പെടുമെന്നാണ് ഗൈസ്. നമുക്ക് എന്നാലും ഒന്ന് ഇറങ്ങി നോക്കാം. നേരെ തന്നെ നടന്നു നോക്കാം. നമുക്ക് അങ്ങോട്ട് പോയിട്ടൊരു കാര്യമില്ല ഗൈസ്. വന്നിട്ടുണ്ടെന്നൊരു ഡൗട്ടില്ല, അതില്ല. അയ്യോ ഗൈസ്, നമ്മളെ കണ്ടിട്ടില്ല ഗൈസ്. തള്ള ഇപ്പം മിക്കവാറും കാണും. ഇല്ല, ചെന്ന് കാണിക്കണ്ട. അതിനേക്കാളും നല്ലത് നമുക്ക് നേരെ വേഗം പൊക്കത്തേക്ക് എടുക്കുക ഗൈസ്. അയ്യോ തള്ള കണ്ട് ഗൈസ്. വൻ സ്പീഡ്. നമുക്ക് എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. നമുക്കിവിടെ മറിഞ്ഞേക്കാം. ഗൈസ് നല്ലത് പ്രതീക്ഷിച്ച് നമുക്ക് ഇപ്രാവശ്യം മുന്നോട്ട് പോയി നോക്കാം. ഡേ 5 ആണ് ഗൈസ്. ഇപ്രാവശ്യമെങ്കിലും എന്തെങ്കിലും നടന്നാൽ മതിയായിരുന്നു ഗൈസ്. ബാക്കിയുള്ള ഗ്രാനി ഗെയിംസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ടഫാണ് ഗൈസ്. നമ്മളെ കണ്ടെന്നോണം. ഇല്ല കണ്ട് खत्म बाय बाय टाटा गुड बाय गया ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങൾ ലൈക്കും ഷെയറും സബ്ബൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗെയിം സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.